ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി തിരിച്ചു കൊടുക്കും എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇല്ല, അങ്ങനെ വരാൻ സാധ്യതയില്ല. ജമ്മു ഒരു സംസ്ഥാന ആയിട്ടും കശ്മീർ ഒരു കേന്ദ്രഭരണ പ്രദേശമായിട്ടും മാറുമെന്നാണ് കേൾക്കുന്നത്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദി അമിത്ഷായുമാണ്. നമുക്ക് അതെല്ലാം എത്രത്തോളം ശരിയാണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ ഇങ്ങനെയാണ് സംഭവം, ഇതാണ് അവർ പ്ലാൻ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. 2019 ജൂൺ ജൂലൈ സമയം നമുക്കറിയാം, വലിയ രീതിയിൽ ജമ്മു കാശ്മീരിലേക്ക് സൈന്യം എത്തുന്നു, അവിടെ വലിയ സുരക്ഷ ഒരുക്കുകയാണ്. അപ്പോൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ, കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞത് അവിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഉണ്ടാകാൻ പോകുന്നു, പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യ പിടിച്ചെടുക്കാനുള്ള ശ്രമവുമായി മുന്നോട്ട് പോകുന്നു എന്ന രീതിയിലുള്ള ചർച്ചകൾ ഉയരുകയും 2019 ഓഗസ്റ്റ് 5 ആയപ്പോൾ അമിത്ഷാ രാജ്യസഭയിൽ പ്രഖ്യാപനം നടത്തുകയാണ്. 370 വകുപ്പ് എടുത്തു കളഞ്ഞിരിക്കുന്നു, 2 കേന്ദ്ര ഭരണ പ്രദേശമാക്കുകയാണെന്ന്. അപ്പോഴാണ് ഈ പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളും ജനങ്ങളും അറിയുന്നത്. ജനങ്ങൾ പലരും ഈ വിദേശകാര്യ വിദഗ്ധരെല്ലാം പറയുന്നത് ചിലപ്പോൾ പാക് അധിനിവേശ കാശ്മീർ ഉടൻ തന്നെ ഇന്ത്യയുടെ ഭാഗമാകും, അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള സൈനികർ അവിടെ എത്തിയതെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കത് അമിത്ഷായുടെ മോദിയുടെ നീക്കങ്ങളൊന്നും കൃത്യമായി വിലയിരുത്താൻ കഴിയില്ല. എന്നാലും അവിടെ നിന്ന് ചില വാർത്തകൾ വരുന്നുണ്ട്. ഈ കാശ്മീരിനെ, ജമ്മു കാശ്മീരിനെ വീണ്ടും വിഭജിക്കുമെന്നും അതിനെ ജമ്മു മേഖലയായും കാശ്മീർ മേഖലയായും തിരിച്ച് വലിയ രീതിയിൽ ഈ വിഘടനവാദ പ്രവർത്തനങ്ങളും ഭീകരവാദ പ്രവർത്തനങ്ങളും നടന്നിട്ടുള്ള സ്ഥലമായ കാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശമാക്കുകയും ജമ്മു കാശ്മീരിൽ പൊതുവെ സമാധാനം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്, അവിടെ സംസ്ഥാന പദവി നൽകുമെന്നാണ്, ജമ്മു മേഖലയിൽ സംസ്ഥാന പദവി നൽകുമെന്നാണ് വിവരങ്ങൾ വരുന്നത്. കാരണം നമുക്കറിയാം 2019 ഈ കേന്ദ്രത്തിന്റെ ഈ തീരുമാനത്തിന് പിന്നാലെ തന്നെ, കേന്ദ്രഭരണ പ്രദേശമാക്കിയതിനു പിന്നാലെ തന്നെ ജമ്മു കാശ്മീരിൽ ഉണ്ടായ മാറ്റം വലിയ മാറ്റമാണ്. അത് ഈ സമൂഹ മാധ്യമങ്ങളിൽ രാഹുലിനെതിരെ ഒരു ട്രോളായി ഉന്നയിക്കുന്ന സംഭവം തന്നെ ഉണ്ടല്ലോ. ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജമ്മുവിലെത്തി മഞ്ഞ് വാരി എറിഞ്ഞ് കളിക്കുന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ഉദാഹരണം. ജമ്മു കാശ്മീരിലെ എന്തു മാറ്റം സംഭവിച്ചു എന്നത് നിലവിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. 2019 ആ തീരുമാനത്തിന് പിന്നാലെ ടൂറിസം മേഖല വലിയ രീതിയിൽ വളരുന്നു. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്നു, സൈനികർക്കെതിരെയുള്ള കല്ലേറുകൾ കുറയുന്നു, വിഘടനവാദി നേതാക്കളെ പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കാൻ കഴിയുന്നു. അവർ 2014 മുതൽ 14 വരെ പരിശോധിച്ചാൽ നമുക്കറിയാം, അവിടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ജമ്മു കാശ്മീരിൽ സൈനികരെ കല്ലെറിയുമ്പോൾ, ജമ്മു കാശ്മീരിൽ വിഘടനവാദ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ, ക്രമസമാധാനം തകരുമ്പോൾ മൻമോഹൻ സിംഗിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ അവിടെ ചർച്ച നടത്താനാണ് ശ്രമിക്കുന്നത്. ഈ 2014 മുതൽ അവർ ഒരു തീരുമാനത്തിൽ മാറ്റം കൊണ്ടുവന്നു, കേന്ദ്ര സർക്കാർ മാറ്റം കൊണ്ടുവന്നു. ചർച്ചയില്ല, മറുപടി കൊടുക്കുന്നത് ആയുധങ്ങൾ ഉണ്ട്. നാം കോടിക്കണക്കിന് രൂപ മുടക്കി ആയുധങ്ങൾ വാങ്ങി വച്ചിരിക്കുന്നത് വെറുതെ അല്ലല്ലോ. ആയുധങ്ങൾ മറുപടി കൊടുക്കട്ടെ, ചർച്ചയില്ല, കർശനമായ നടപടി. അതിലൂടെ തന്നെ ജമ്മു കാശ്മീരിൽ മാറ്റം വന്നു. ആ മാറ്റം തന്നെയാണ് വലിയ രീതിയിൽ സമാധാനം കൊണ്ടുവന്നത്. പക്ഷേ കോടതി ഇടപെട്ടു. പിന്നീട് അവിടെ തിരഞ്ഞെടുപ്പ് നടക്കണമെന്ന് ആവശ്യപ്പെടുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ്. പക്ഷെ അവിടെ വെച്ചാണ് ഒരു കൈമോശം വന്നതായി എനിക്ക് തോന്നുന്നത്. അതിനുശേഷമായിരുന്നു ഈ അവിടുത്തെ സർക്കാർ ഭരണത്തിൽ വരുന്നു. ആ സർക്കാരിന്റെ ഒരു വീഴ്ചയും കൊണ്ടാണ് പെഹൽഗാം പോലുള്ള ഒരു അറ്റാക്ക് നടന്നത്. പലരും ഉന്നയിച്ചൊരു സംഭവമുണ്ടല്ലോ, ഒരു മാസം മുൻപേ അത് തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് സർക്കാരിന്റെ തീരുമാനമായിരുന്നു. അങ്ങനെ സർക്കാരിന്റെ തീരുമാനം കൊണ്ടായിരുന്നു ഒരു വലിയ ഒരു ആപത്തിലേക്ക് നാം കുഴിയിലേക്ക് വീഴുന്നത്, ആ ഒരു വലിയ ആപത്തിന്റെ കുഴിയിലേക്ക് നാം വീഴുന്നത്. അതോടൊപ്പം തന്നെ നിയമസഭയിൽ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ പ്രക്ഷോഭങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. ഈ പഴയ 370 വകുപ്പ് കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ കാശ്മീർ നിയമസഭയിൽ തന്നെ ഈ വിഘടനവാദി നേതാക്കൾ ഈ കല്ലെറിയുന്ന സാഹചര്യമാണ്. ഇപ്പോൾ അവർ തിരഞ്ഞെടുപ്പിലൂടെ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. എഞ്ചിനീയർ റഷീദ് എന്ന അദ്ദേഹം അവിടുത്തെ MP ആണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹോദരൻ ഇപ്പോൾ അവിടെ MLA ആണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 370 വകുപ്പ് തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം സംസ്ഥാന പദവി പൂർണ്ണമായി ലഭിക്കണം. അങ്ങനെയുള്ള വിഘടനവാദ നയങ്ങളുമായി രംഗത്ത് വരികയാണ്. ഇതിന് ഏറ്റവും പിന്തുണ നമുക്കറിയാമല്ലോ,
വിഘടനവാദ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ ഏത് ഭാഗത്തുണ്ടായാലും ആദ്യം ഓടിയെത്തുന്ന പാർട്ടിയുടെ പേരാണ് CPM-ഉം കോൺഗ്രസും. അവരും വലിയ രീതിയിൽ അവിടെ പിന്തുണ നൽകുന്നുണ്ട്. അതെല്ലാം കാരണമാണോ ഇനി ഈ നീക്കത്തിലേക്ക് പോവുക എന്നത് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആയിരക്കണക്കിന് സൈനികരുടെ ചോര ചീന്തിയ ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിനെല്ലാം വലിയ രീതിയിൽ അവിടെ ജാഗ്രത പുലർത്തുകയും ഇന്ത്യൻ സൈനികം ജാഗ്രത പുലർത്തുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനം കൂടിയാണത്. ശ്രീജിത്ത്, ഞാൻ വേറെ കാര്യത്തിലൊന്ന് പറയട്ടെ. കശ്മീർ എന്ന് പറഞ്ഞ മേഖല ഉണ്ടല്ലോ, വനപ്രദേശമാണ്, വാലീസ് ആണ്. അവിടെ ഈ ടെററിസ്റ്റിനൊക്കെ ഇരിക്കാനും അവിടെ നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ പെഹൽഗാം അറ്റാക്കിന് ശേഷം വേറെ കുറെ ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട്. അതുവഴി ഈ ടെററിസം ടോട്ടലി തുടച്ചു നീക്കാനുള്ള ഒരു പുറപ്പാടിലാണ്. അപ്പോൾ അൺലെസ് ആ ടെററിസ്റ്റിനെ കംപ്ലീറ്റ്, ആ ടെററിസം അവിടെ നിന്ന് തുടച്ചു നീക്കും വരയ്ക്കും എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ മാതിരി അതിനെ ഒരു കേന്ദ്ര ഭരണത്തിൽ തന്നെ നിലനിർത്താനാണ് സാധ്യത കശ്മീരിനെ. ജമ്മു അത് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് നോട്ട് അങ്ങനത്തെ ഒരു ഡിഫറെന്റ് മേഖല തന്നെയാണ്. അവിടെ അധികവും ഹിന്ദുക്കളാണ് താമസിക്കുന്നത്, കശ്മീരിലാണ് അധികവും. അപ്പൊ അതിപ്പോ മതപരമായിട്ട് മാറ്റുക അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. കുറച്ചും കൂടി സേഫർ ആയിട്ടുള്ള പ്ലേസ് ആണ് ജമ്മു എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ സംസ്ഥാന പദവി കൊടുത്ത് ഒരു എക്സ്പെരിമെന്റ് നടത്തുമായിരിക്കും നമ്മുടെ കേന്ദ്രം. അതേമാതിരി ഈ സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമസഭ അങ്ങനെ ഒരു സംഭവം ഇല്ലാതെ ഇപ്പം നിയമസഭ ഉണ്ടല്ലോ, അതിന് പകരം നിയമസഭ ഇല്ലാത്ത ഒരു കേന്ദ്ര ഭരണ പ്രദേശമാക്കി ഇവർ കുറച്ച് നാൾ നിലനിർത്തി നോക്കുമായിരിക്കും അല്ലെ എന്നാണ് എന്റെ ഒരു ഈ സംശയം ഉണ്ടാകാൻ കാരണം, ഇങ്ങനെ ഒരു വിഭജനമാണെന്ന് സംശയം ഉണ്ടാകാൻ കാരണം നരേന്ദ്രമോദി അമിത്ഷായും അടക്കമുള്ള കേന്ദ്ര മന്ത്രിമാർ ദ്രൗപദി മുർമുവിനെ, രാഷ്ട്രപതിയെ സന്ദർശിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു സംശയം ഉണ്ടായത്. ഈ സംശയത്തിന് പിന്നാലെ തന്നെ മറ്റൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അവിടുത്തെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഓഗസ്റ്റ് 15-ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു നല്ല കാര്യം നടക്കാനുള്ള സാധ്യതയുണ്ട്, ഒരു മോശം കാര്യം നടക്കാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. നല്ല കാര്യമായി ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയും അദ്ദേഹവും ആവശ്യപ്പെടുന്നത് എന്താണ്? ആ സംസ്ഥാന പദവിയാണ്. പൂർണ്ണമായി തന്നെ ഒരു സംസ്ഥാന പദവി ആ സംസ്ഥാനത്തിന് നൽകണമെന്നാണ് അവകാശപ്പെടുന്നത്. ഇവരുടെ കയ്യിൽ സംസ്ഥാന പദവിയും പ്രത്യേക പദവിയും ഉണ്ടായിരുന്നപ്പോൾ ഇന്ത്യയുടെ ജനങ്ങൾക്കും ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്കും എന്ത് സംഭവിച്ചു എന്നും ഇന്ത്യയുടെ സൈനികർക്ക് എന്ത് സംഭവിച്ചു എന്നും അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നും നമുക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു മതേതരത്വവും ഒരു വികസന മുഖഛായയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇദ്ദേഹമെല്ലാം ഇറങ്ങിത്തിരിഞ്ഞിട്ടുണ്ട്. പക്ഷെ പഴയ കാര്യങ്ങൾ ഇന്ത്യയിലെ സൈനികർക്ക് ഓർമ്മയുണ്ട്, ഇന്ത്യയുടെ ഭരണകാരികൾക്കും ഓർമ്മയുണ്ട്. മറ്റൊരു കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു, ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന മോശം കാര്യം വന്നിട്ട് ഇതാണ്, ഈ വിഭജനമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉദ്ദേശിക്കുന്നത്. കാരണം ജമ്മു കാശ്മീരിനെ വീണ്ടും വിഭജിക്കും. ഇപ്പോൾ പണ്ടത്തെ ജമ്മു കാശ്മീരിനെ രണ്ടായി വിഭജിച്ച് ജമ്മു കാശ്മീറും അതോടൊപ്പം തന്നെ ലഡാക്കുമായി മാറ്റിയിട്ടുണ്ട്. ലഡാക്ക് ഇപ്പോഴും കേന്ദ്രഭരണ പ്രദേശമായി നിലനിൽക്കുകയാണ്. ജമ്മു കാശ്മീരിനെയാണ് അവിടെ ഇപ്പോൾ മറ്റൊരു ഈ പ്രതിപക്ഷ പാർട്ടികളും അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ നിരീക്ഷകരുമെല്ലാം വിമർശിക്കുന്ന മറ്റു കാര്യം ചേച്ചി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ജമ്മു മേഖലയിൽ വലിയ രീതിയിൽ ഭൂരിപക്ഷ സമുദായം തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്. ആ മേഖലയിലാണ് BJPക്ക് വലിയ സ്വാധീനമുള്ളത്. അതുകൊണ്ട് തന്നെ BJP ലക്ഷ്യമിടുന്നത് ജമ്മു മേഖലയിൽ അവരുടെ സീറ്റിന്റെ എണ്ണം നോക്കി അങ്ങനെ വിഭജിച്ച് ആ ഒരു സംസ്ഥാനമാക്കി അവിടെ ഭരണം പിടിക്കുക. മറിച്ച് കാശ്മീർ പ്രദേശത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്, അവിടെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുകയും അവിടെ പൂർണ്ണമായി തന്നെ കേന്ദ്രത്തിന്റെ കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമവുമുണ്ട്. അങ്ങനെ ഒരു വിമർശനവും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഈ വിമർശനങ്ങൾ ഉയർന്നു കേട്ടാലും ഇന്ത്യയുടെ ക്രമസമാധാനത്തിന് വേണ്ടി എന്ത് ചെയ്താലും ജനങ്ങൾ അംഗീകരിക്കും. ആ കാഴ്ചയാണ് നാം കണ്ടത്. 370-ാം വകുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയിലും എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ പ്രതിഷേധം വർദ്ധിച്ച് അദ്ദേഹം വീട്ടിൽ നിന്നും കരഞ്ഞ് പട്ടിണി കിടക്കാനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിലായിരുന്നു വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. തിരിച്ചു കൊണ്ടുവരൂ, നിങ്ങൾ കാശ്മീരിലെ ജനങ്ങളെ എന്താണ് അടിമകളായി കാണുന്നുണ്ടോ എന്ന രീതിയിലുള്ള വിമർശനമുണ്ട്. പക്ഷെ അവിടുത്തെ ജനങ്ങൾ പോലും ഇദ്ദേഹത്തിനോടൊപ്പം ഇല്ലാതിരുന്നു. ജനങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനത്തോടുകൂടി ജീവിക്കുക, കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുക, പട്ടിണി പാടില്ല. അത് ഏത് സർക്കാർ നൽകുമോ ആ സർക്കാരിന്, അത് മോദി എന്നില്ല, മൻമോഹൻ സിംഗ് എന്നില്ല, ഇനി രാഹുൽ ഗാന്ധി എന്നില്ല, ആര് അങ്ങനെ ചെയ്യുമോ അവരോടൊപ്പം നിൽക്കും. അത് തന്നെയായിരിക്കും ഇനി സംഭവിക്കാൻ പോവുക.